സാദുലി റാത്തീബില് അല്ലാഹ് 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 എന്ന് പറഞ്ഞിട്ട് സാദുലി റാത്തീബ് ചൊല്ലുന്നവര് ദിക്ർ ചൊല്ലുന്നു. മഹാനായ അബുൽ ഹസൻ ശാദിലി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് അവരുടെ ശിഷ്യപരമ്പരയിലൂടെ ഇന്നും അവിടുന്ന് പറഞ്ഞുകൊടുത്ത ദിക്റുകൾ, അവിടുന്ന് ചൊല്ലിയ ദിക്റുകൾ ചൊല്ലുന്നവർ ഉണ്ട്. ആ ചൊല്ലുന്ന ദിക്റുകൾ ചൊല്ലുമ്പോൾ അവരുടെ മഹാന്മാരായ ഉസ്താദുമാർ എങ്ങനെയാണോ അവർക്ക് ചൊല്ലിക്കാണിച്ചു കൊടുത്തത് അതേപോലെ അത് ചൊല്ലുന്നവർ ഉണ്ട്. അതേപോലെ ചൊല്ലുന്നവർ ഉണ്ട്. ദിക്റിൽ ലയിച്ച് മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചിലപ്പോൾ ശരീരം കൊണ്ട് ആടിപ്പോകും. അങ്ങനെ ആടിപ്പോകുന്ന പതിവ് മഹാന്മാരായ സഹാബത്തിനും ഉണ്ടായിരുന്നുവെന്ന് അതാ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ ഫുളൈൽ ഇബ്നു അബ്ബാസ് അന്നഹു ഖാൽ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം إذا ذكروا الله تمايلوا يمينا وشمالا كما يتمايل الشجر في الريح العاصف. അടിച്ചു വീശുന്ന കാറ്റിൽ മരം ചായുന്നത് പോലെ അതാ സഹാബത്ത് ദിക്ർ ചൊല്ലുമ്പോൾ ആടിപ്പോകാറുണ്ടെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആടുക എന്ന പതിവ് അങ്ങനെ നിലനിന്ന് വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, തമാശക്ക് വേണ്ടി ഊക്ക് നോക്കാൻ വേണ്ടി പോകുന്ന ആട്ടമല്ല, ഊക്ക് നോക്കാൻ വേണ്ടിയുള്ള തമ്മാടിത്തത്തിന്റെ ആട്ടമല്ല. ദിക്ർ ചൊല്ലുന്ന സമയത്ത് ആടുകയാണ്. നമ്മൾ തേങ്ങ ചുരണ്ടുന്ന സമയത്ത് തലകുലുങ്ങും. അതങ്ങനെ കുലുങ്ങിക്കൊണ്ടല്ലാതെ തേങ്ങ ചുരണ്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഔലിയാക്കള് അവരാ ദിക്റിൽ ഇങ്ങനെ ലയിക്കുമ്പോ അവരിങ്ങനെ ശരീരം കൊണ്ട് ആടി ദിക്ർ വരും. അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണോ? അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണോ? മൗലവിയുടെ വാദം അങ്ങനെ ദിക്ർ ചൊല്ലുന്നത് ഹറാമാണെന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കാര്യം ഹറാമാണെന്നോ ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയാൻ മൗലവിക്ക് അധികാരമുണ്ടോ? മൗലവി അല്ലാഹു ആണോ? മൗലവി അല്ലാഹുവിന്റെ റസൂലാണോ? ഏത് വിധത്തിലാണ് ഇവർ ശിർക്കാണെന്ന് പറയുന്നത്? തെളിവുണ്ടേ? തെളിവില്ലാതെ ഒരു കാര്യം ശിർക്കാണെന്നോ കുഫ്റാണെന്നോ ഹറാമാണെന്നോ പറയാൻ ആർക്കാണ് ഇവിടെ അധികാരം ഉള്ളത്? പരിശുദ്ധ ഖുർആനിലുണ്ടോ ദിക്ർ ചൊല്ലി പാടുന്നത് ഹറാമാണെന്ന്? ഖുർആനിലുണ്ടോ? എന്നാ ആയത്ത് കേൾക്കട്ടെ. ഹദീസിലുണ്ടോ? എന്നാ ഹദീസ് കേൾക്കട്ടെ. മൗലവി എന്ന് പറഞ്ഞാൽ മതിയോ? മൗലവി എന്ന് പറഞ്ഞാൽ അതുണ്ട്. പാതിരി പറഞ്ഞാൽ മതമാകുന്ന കമ്പനി ഉണ്ട്. ഞങ്ങൾ അങ്ങനല്ല. തെളിവുണ്ടോ? മൗലവി ഹറാമാണെന്ന് പറഞ്ഞാൽ മതിയോ? അതിന് തെളിവുണ്ടോ? ഇങ്ങനെ കാണുന്നതൊക്കെ ഹറാമാക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാട് ആരെ ഏർപ്പാടാണ്? ഖുർആൻ അല്ലാഹു പറയുന്നു യഹൂദികളെ ഏർപ്പാടാണ്. വലാ തഖൂലൂ ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. റാത്തീബ് ഹറാമാക്കുന്ന മുജാഹിദ് മൗലവിമാരെ, റാത്തീബിന്റെ ദിക്ർ ചൊല്ലുമ്പോൾ ആടിപ്പോയാൽ അത് കടുത്ത ഹറാമാണെന്ന് പറയുന്ന മൗലവിമാരെ, നിങ്ങളെ നെഞ്ഞത്തേക്കല്ലേ ഖുർആനിന്റെ ചോദ്യം, ഖുർആനിന്റെ നിർദ്ദേശം? വലാ തഖൂലൂ, നിങ്ങൾ പറയല്ല ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ, നിങ്ങളെ നാവ് കൊണ്ട് പച്ചക്കള്ളം പറയല്ല. ഹാദാ ഹലാൽ, ഇത് ഹലാലാണ്, വഹാദാ ഹറാം, ഇത് ഹറാമാണ് എന്നിങ്ങനെ കള്ളം പറയല്ല. ലിതഫ്തറൂ അലല്ലാഹിൽ കദിബ, അള്ളാന്റെ പേരിൽ കള്ളം പറയല്ല. ഒരു ഹറാമും ഹലാലൊക്കെ അള്ളാക്കിയാലേ ആവുള്ളൂ, നിങ്ങൾക്ക് പറയാൻ അധികാരമില്ല. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അള്ളാന്റെ പേരിൽ കള്ളം പറയുന്ന ഒരൊറ്റ മൗലവിയും വിജയിക്കൂല കേട്ടോ, ഒരാളും വിജയിക്കൂല കേട്ടോ. അല്ലെങ്കിൽ മൗലവി കൊണ്ടുവാ, സെനതോടെ കൊണ്ടുവാ, റാത്തീബ് ചൊല്ലുമ്പോൾ ആടിയാലെ ഹറാമാണെന്നതിന് ഹദീസ് കൊണ്ടുവാ, ഖുർആൻ എന്ന ആയത്ത് കൊണ്ടുവാ. ഇല്ലല്ലോ, പിന്നെ എന്തിനെ കൊണ്ടുവന്ന് കാണിച്ച് സാദുൽ റാത്തീബ്? സാദുൽ റാത്തീബിന് ആടുന്നു. മൂപ്പര് ചോദിക്കാണ്,
സാദുൽ റാത്തീബിന് ആടുന്നതിന് സനതുണ്ടോ മുസ്ലിയാരെ? എന്നോട് ഇങ്ങോട്ട് ചോദിക്കട്ടെ. പ്രിയപ്പെട്ട പേരോടനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ ആദ്യം ഇതിനൊരു പരമ്പര ആടണ്ടാന്നുള്ളതിന് സനതെവിടെ മുസ്ലിം മൗലവി? ആടിക്കൂടാന്നുള്ളതിന്റെ സനതെവിടെ? അതാ ഹറാമെന്ന് പറയുന്ന തെളിവ് വേണ്ടേ മൗലവി? നേരെ മറിച്ച് ഒരു അനുവദനീയമായ കാര്യം അതിനെന്തിനു തെളിവ്? ഞാനിപ്പോ പ്രസംഗിക്കുമ്പോ ഇങ്ങനെയൊക്കെ കൈയോടൊക്കെ കാണിക്കുന്നു, അതിനൊക്കെ ഖുർആനിൽ തെളിവ് വേണോ? അതിനൊക്കെ സനത് വേണോ? ഇവിടുന്നാണ് ഇവരൊക്കെ ഇസ്ലാം മതം പഠിച്ചത്? ഏറ്റവും മുൻഗാമികളായ മുഴുവൻ ആളുകളും യഹൂദികളാണ് എന്നാണ് മൂപ്പര് പറഞ്ഞുകൊണ്ടുവന്നത്. യൂതന്മാരെ പരിപാടിയാണ്, ഷിയാക്കളെ പരിപാടിയാണ്. എന്നിട്ട് മൂപ്പര് പിന്നെ കാണിക്കുന്നെന്തറിയോ? ഷിയാക്കളുണ്ട് കുറെ കുത്തയും അതുപോലെ തന്നെ ചവിട്ടൊക്കെ ചെയ്യുന്നു. ഷിയാക്കാനുണ്ട് മുഹറം 10 ആവുമ്പോ നെഞ്ഞത്തടിക്കുന്ന ഒരു പരിപാടി. ആദ്യമായിട്ട് ഇങ്ങനെ പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കിയിട്ട് തുള്ളല് തുടങ്ങിയ സാമിരി എന്ന് പറയുന്ന ദുഷ്ടനിലേക്ക്, അവനിലേക്കല്ലേ ഇതിന്റെ പാരമ്പര്യം എത്തുന്നത്? ഇനി ഷിയാക്കളല്ലേ ഇതിങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്? കണ്ടോ? കണ്ടില്ലേ? ഇത് ഷിയാക്കളുടെ ആണ് കേട്ടത്. എന്താ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹറാമാവൂ? ഗുരുവായൂർ അമ്പലം ചുറ്റുന്നൊരു പരിപാടി ഉണ്ട് ഹൈന്ദവ സുഹൃത്തുക്കൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ കഅബ ശരീഫിന്റെ അടുക്ക പോയിട്ട് അത് ചുറ്റുന്നത് ഹറാമാവോ ശിർക്കാവോ? മൗലവി പറ. ഇനി അടുത്ത വരയിന് കൊണ്ടുപോവാ. എന്ത്? ആദ്യം മുസ്ലിമീങ്ങൾ കഅബ തവാഫ് ചെയ്യുന്ന ഒരു ചിത്രം കൊണ്ടുവരിക, സ്ക്രീനിൽ വെച്ച് കാണിക്കുക. രണ്ടാമത് ഗുരുവായൂർ ചുറ്റുന്ന ഒന്ന് കൊണ്ടുവരിക, എന്നിട്ട് അതും കാണിച്ചിട്ട് പറയാ ഇതിലാ ഹിന്ദുക്കളിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയാ. മൗലവി നീണ്ട തൊള്ളയോടുകൂടി നാദാപുരത്ത് വന്നിട്ട് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചില്ലേ, സനതുണ്ടോ മുസ്ലിയാരേ? ഞാനിവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനും പോകുന്നുണ്ട്. ആ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ മൗലൈമാരെ, അതല്ലെങ്കിൽ ഇതാ സലഫികളെ, മുജാഹിദുകളെ, നിങ്ങൾ ഈ ചോദിച്ച ഇന്ന കാര്യം ഇതാ റസൂലുള്ള പറഞ്ഞതാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടതാണ്, നാഫിഉ കേട്ടതാണ്, ഇമാം മാലിക് കേട്ടതാണ്, ശഫീ ഇമാം കേട്ടതാണ്. അതല്ലേ നിങ്ങളുടെ പരമ്പരയിൽ അങ്ങേ തലയിലെ 5 ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് ഈ പറയാൻ പോകുന്ന ഓരോന്നും നിങ്ങൾ തെളിയിക്കണേ. മൗലൈമാരെ, എന്തിനാണ് നിങ്ങൾ അതാ വയ്യാവയിലേക്ക് പോകുന്നത്? സനദടക്കമുള്ള ഹദീസ് പറഞ്ഞിട്ടില്ലേ? ബുഖാരിയിലെ ഹദീസ്, അതിന്റെ തെളിവോടുകൂടെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ പറഞ്ഞിട്ടില്ലേ? നവവി ഇമാമിന്റെ മിൻഹാജിൽ വന്നത് വിശദീകരിച്ചിട്ടില്ലേ? എന്താ പറഞ്ഞത്? ലർറഖസു, അതാ ആടുന്നത് തെറ്റല്ല, ഫലാ യഹ്റുമു, അത് ഹറാമല്ല, വലാ യുക്റഹു, അത് കറാഹത്തുമല്ല, ലിഅന്നഹു മുജറദു ഹറകാത്തിൻ അല ഇസ്തിഖാമത്തിൻ അവ ഇജാജിൽ, അല്പം ചെരിഞ്ഞോ മറിഞ്ഞോ ഉള്ള ചലനം മാത്രമാണത്. ആ ചലനം അതാ ഹറാമല്ല, കറാഹത്തുമല്ല. എന്താ തെളിവ്? വലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് അഖറൽ ഹബസത അലൈഹി ഫീ മസ്ജിദിഹി യൗമ ഈദ്, റവാഹു ശൈഖാനി, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. പള്ളിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ഹബ്ശീനക്കാര് വന്നിട്ട് അവര് പള്ളിയിൽ വെച്ച് അവരതാ ആടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആടുന്നത് ഹറാമല്ല, കറാഹത്തല്ല. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസിന് സനദ് വേണോ മൗലവി? എന്നാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഉസ്താദ് മുതൽക്ക് അതാ അങ്ങോളം വായിച്ച റസൂലുള്ള വരെ വായിച്ച സനദില്ലേ, അത് തന്നെ ഒന്നങ്ങ് വായിച്ച് കേട്ട് പഠിച്ചോ മൗലവി. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ് കേട്ടോ.
ഖുർആനും ഹദീസും ഒരു ചുക്കും പഠിക്കാതെ നിങ്ങളോട് ആരാണ് മതം പറയാൻ ഏൽപ്പിച്ചത്? ഏത് യഹൂദിയാണ് നിങ്ങളെ പറഞ്ഞേച്ചത്? അതിന്റെ മറുപടി സമുദായത്തോടൊന്ന് പറയണം. ഞങ്ങളെ ഷാദിലി റാത്തീബിനെ വിമർശിച്ചാൽ പോരാ, ഞങ്ങൾ യഹൂദികളാണ് ശിയാക്കളാണെന്ന് നാവ് കൊണ്ടങ്ങ് പറഞ്ഞാൽ പോരാ. ഈ ഷാദിൽ റാത്തീബ് ഉസ്താദ് കണ്ടില്ലേ? കുതുബിത്തങ്ങൾ കണ്ടില്ലേ? ഓ, അവർക്കൊന്നും കാണാത്ത ഇൽമും കൊണ്ട് ഷാർജയിൽ നിന്ന് വന്നതല്ലേ? മൂപ്പര് പ്ലെയിനിൽ വരുന്നതല്ലേ? മൗലവിനെ കൊണ്ട് എന്നൊന്ന് ദിക്ർ ശരീരം കൊണ്ടുണ്ട് എന്നൊന്ന് പറയിച്ചാ പിന്നെ ഇനിയിപ്പോ ഇതിന്റെ ലൈഫ് ഒന്നും നോക്കണ്ടല്ലോ. അത് പറയിച്ചാട്ടവനെ ദിക്ർ ശരീരം കൊണ്ടുണ്ട്, അവയവങ്ങളെ കൊണ്ട് ദിക്റുണ്ട് എന്ന് പറയുന്നത് കേൾക്കട്ടെ. ദിക്ർ എന്ന് പറയുന്നത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെയുണ്ട്. ദിക്ർ എന്ന് പറയുന്നത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെയുണ്ട്. ദിക്ർ എന്ന് പറയുന്നത് നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവയവങ്ങൾ കൊണ്ടുമൊക്കെയുണ്ട്. അവയവങ്ങളെ കൊണ്ടുള്ള ദിക്ർ എങ്ങനെ മൗലവി? ഏതവയവം കൊണ്ടാണുള്ളത്? അതൊക്കെ ഒന്ന് വിശദീകരിക്കണം, നന്നായൊന്ന് വിശദീകരിക്കണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അതാ ഈ മൗലവി ചോദിക്കുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ പറ്റുമോ? അത് സാമിരിന്റെ പരിപാടിയല്ലേ, യഹൂദിന്റെ പരിപാടിയല്ലേ? എന്നാ മൗലവി സെനത് വായിക്കണേ. മൗലവി ഉണ്ട് ഇവിടുന്നൊരു ദിക്ർ കാണിക്കുന്നു. മൗലവി പ്രസംഗിക്കാണ്. പ്രസംഗിക്കുന്ന സമയത്ത് കടുത്ത തെറ്റ്, കടുത്ത ഹറാമ്. നിങ്ങളെപ്പോലത്തെ പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾ വെറുതെ ഹറാമ് പറയൂല, വെറുതെ ഹലാല് പറയൂല, തെളിവുള്ളതേ പറയൂ. അതാ സുന്നി. കേട്ടോ എന്താ മൗലവി ചെയ്തതെന്നറിയോ? മൗലവി പ്രസംഗത്തിന്റെ ഇടയിൽ ഒരു ഉമ്മാമയായി. ഉമ്മാമി പെണ്ണിന്റെ കോലം കെട്ടി. പെണ്ണിന്റെ കോലം കെട്ടിയിട്ട് നാദാവത്ത് തന്നെ. മൗലവിന്റെ അനക്കവും ആട്ടമൊക്കെ നിങ്ങളൊന്ന് കണ്ടോളി. മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? കടലിപ്പോ നിങ്ങള് എന്താണ് ആട്ടവും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇട്ട് കുലുക്കലും ആട്ടലും? മുജാഹിദ് പള്ളി എവിടെയാ കുട്ടിയാലേ? വായിക്കൂ മൗലവി, സനദ് വായിക്കൂ. അള്ളാഹുവിന്റെ റസൂല് പ്രസംഗത്തിനിടയിൽ പെണ്ണുങ്ങളെ കോലം കെട്ടിയിട്ട് ഇങ്ങനെ ആടിയതായ ഹദീസിന്റെ സനദ് വായിക്കൂ മൗലവി. സഹാബത്തിലൂടെ അങ്ങനെ ഇങ്ങനെ കിട്ടിയ റിപ്പോർട്ടൊന്ന് വായിക്കൂ മൗലവി. വായിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ചെയ്തത് കടുത്ത ഹറാമാണെന്ന് ഒന്ന് പ്രഖ്യാപിക്കൂ മൗലവി. ഇനി ഞാനത് ഹറാമാണെന്നതിന് തെളിവ് പറയട്ടെ. ബാബുൽ മുതശബ്ബിഹീന ബിന്നിസായി വൽ മുതശബ്ബിഹാതി ബിർരിജാൽ, സഹീഹുൽ ബുഖാരിയിലെ ബാബാണ്. ആ ബാബിലെ ഹദീസ് കേട്ടോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ. പുരുഷന്മാരെ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ കോലം കെട്ടുന്നവര്, പെണ്ണുങ്ങളോട് തുല്യതയായി കാണിക്കുന്നവര്, അവരെ റസൂലുള്ള ലഅനത്ത് ചെയ്തിരിക്കുന്നു. മൗലവി ഷാദിലി റാത്തീബിനെ എതിർത്ത നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ ലഅനത്താണ് കേട്ടോ. ലാനത്തും വാങ്ങിയിട്ട് പോയിക്കോ ഷാർജയിലേക്ക്. ബുഖാരിയിലുള്ള ലാനത്താണ്, സനതൊന്നും ചോദിക്കണ്ട. അല്ലെങ്കിൽ ഇങ്ങനെ ആടുന്നതിന് കൊണ്ടുവാ, സനത് കൊണ്ടുവാ, റിപ്പോർട്ട് കൊണ്ടുവാ മൗലവി. നിങ്ങളെപ്പോലെ തൊള്ളേ തോന്നിയത് പറയലല്ല ഞങ്ങള്, തെളിവുള്ളതേ സുന്നത്ത് ജമാഅത്ത് പറയൂ.